വഖഫ് നിയമ ഭേദഗതിയിൽ നിർണായക ഉത്തരവുമായി സുപ്രീം കോടതി. വിവാദ വ്യവസ്ഥകൾ ഭാഗികമായി സ്റ്റേ ചെയ്തു. വഖഫ് ഭൂമിയിലെ തർക്കം പരിഹരിക്കാൻ സർക്കാർ നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥന് അധികാരം നൽകുന്നതുൾപ്പെടെയുള്ള വ്യവസ്ഥകൾക്കാണ് സ്റ്റേ. കേന്ദ്ര സംസ്ഥാന വഖഫ് സംവിധാനത്തിലെ അമുസ്ലിങ്ങളുടെ എണ്ണം 4ഉം 3ഉമായി നിജപ്പെടുത്തി. വഖഫ് യോഗ്യതയ്ക്ക് 5 വർഷമെങ്കിലും മുസ്ലിം ആയിരിക്കണമെന്ന വ്യവസ്ഥയ്ക്കും സ്റ്റേ ഉണ്ട്. വഖഫ് നിയമം പൂർണ്ണമായും സ്റ്റേ ചെയ്യാനാകില്ലെന്നും അപൂർവമായ സാഹചര്യങ്ങളിൽ മാത്രമാണ് സ്റ്റേ നൽകാറുള്ളതെന്നും വ്യക്തമാക്കിയാണ് സുപ്രീം കോടതിയുടെ നിർണായക വിധി. വഖഫ് സമർപ്പണത്തിന് ഒരാൾ 5 വർഷമായി ഇസ്ലാം മതം ആചരിക്കുന്ന വ്യക്തിയായിരിക്കണമെന്ന വ്യവസ്ഥ സ്റ്റേ ചെയ്തു. സംസ്ഥാന സർക്കാരുകൾ ചട്ടങ്ങൾ രൂപീകരിക്കുന്നതുവരെയാണ് സ്റ്റേ. സർക്കാർ ഭൂമി കയ്യേറി വഖഫിലേക്ക് മാറ്റിയിട്ടുണ്ടോ എന്ന തർക്കം തീർപ്പാക്കാൻ സർക്കാരിന്റെ നിയുക്ത ഉദ്യോഗസ്ഥനെ അനുവദിക്കുന്ന വ്യവസ്ഥയും സ്റ്റേ ചെയ്തു. ഒരു എക്സിക്യൂട്ടീവ് ഉദ്യോഗസ്ഥന് പൗരന്മാരുടെ വ്യക്തിപരമായ അവകാശങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാൻ അനുവാദം നൽകാനാകില്ലെന്നും അധികാര വിഭജനത്തിന്റെ ലംഘനമാകുമെന്നും നിരീക്ഷിച്ചുകൊണ്ടാണ് നടപടി. ഇതിലൂടെ ട്രൈബ്യൂണലുകളുടെ അധികാരം സുപ്രീം കോടതി പുനഃസ്ഥാപിച്ചു. അതേസമയം വഖഫ് ബോർഡുകളിലേക്ക് അമുസ്ലിം അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാൻ അനുവദിക്കുന്ന വ്യവസ്ഥ സ്റ്റേ ചെയ്തിട്ടില്ല. എന്നാൽ സാധ്യമാകുന്നിടത്തോളം ബോർഡിലെ എക്സ് ഒഫീഷ്യോ അംഗം മുസ്ലിം ആയിരിക്കണമെന്ന് കോടതി നിരീക്ഷിച്ചു. കേന്ദ്ര വഖഫ് കൗൺസിലിൽ 4ൽ കൂടുതൽ അമുസ്ലിം അംഗങ്ങൾ ഉണ്ടാകരുതെന്നും സംസ്ഥാന വഖഫ് ബോർഡുകളിൽ 3ൽ കൂടുതൽ അമുസ്ലിം അംഗങ്ങൾ ഉണ്ടാകരുതെന്നും കോടതിയുടെ നിരീക്ഷണമുണ്ട്. രജിസ്ട്രേഷൻ നിർബന്ധമാക്കുന്നത് ഒരു പുതിയ വ്യവസ്ഥയല്ലെന്ന് വ്യക്തമാക്കിയ കോടതി രജിസ്ട്രേഷനുള്ള സമയപരിധി നീട്ടി നൽകി. നിരീക്ഷണങ്ങൾ പ്രഥമദൃഷ്ട്യാ മാത്രമുള്ളതാണെന്നും നിയമത്തിന്റെ സാധുതയെ ചോദ്യം ചെയ്ത കക്ഷികൾക്ക് കൂടുതൽ വാദങ്ങൾ ഉന്നയിക്കുന്നതിന് ഇത് തടസ്സമാകില്ലെന്നും കോടതി വ്യക്തമാക്കി. വഖഫ് നിയമത്തിലെ വകുപ്പുകളുടെ ഭരണഘടനാ സാധ്യത ചോദ്യം ചെയ്യുന്ന മുഖ്യ വിഷയം സുപ്രീം കോടതി പിന്നീട് പരിഗണിക്കും. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.